തന്നെയാണ് എങ്കിൽ പോലും കടന്നിട്ടില്ല. അതിനുവേണ്ടിയാണ് ഇന്ന് ഉപേക്ഷ ചർച്ച വെച്ചിരിക്കുന്നത്. വകുപ്പുകൾ സംബന്ധിച്ച് ആവശ്യങ്ങളോ അഭിപ്രായങ്ങളോ ഞങ്ങൾ ഇതുവരെ മുമ്പോട്ട് വെച്ചിട്ടില്ല. അതൊക്കെ ഉപേക്ഷ ചർച്ചയിൽ വരേണ്ട കാര്യങ്ങളാണ്. ഉപേക്ഷ ചർച്ചയിൽ ആ വിഷയത്തെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനം ഉണ്ടാവും. ഞാനതാ പറഞ്ഞത്, ഞങ്ങൾ ഇന്ന നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി ഞങ്ങൾ കൂടി ഇങ്ങനെ ആവശ്യം മുമ്പോട്ട് വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് പൊതു ചർച്ചയിൽ ഉപേക്ഷ ചർച്ചയിൽ അഭിപ്രായങ്ങൾ വരും ഓരോ വകുപ്പുകളെ സംബന്ധിച്ച്. ആ സമയത്ത് ഞങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും അഭിപ്രായങ്ങളും അപ്പോൾ ഞങ്ങൾ ഉന്നയിക്കും. ഇല്ല, അങ്ങനെ ഒരു ഡിസ്കഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാത്ത ഡിസ്കഷനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ചർച്ചയെ വന്നിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത ചർച്ചയെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയത്തില്ലല്ലോ. ഓക്കെ, താങ്ക് യു. യെസ്, പിറവത്ത് നിന്നുള്ള MLA കൂടിയാണ് അനൂപ് ജേക്കബ്. കഴിഞ്ഞ തവണ, അതായത് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പായിരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസും ഉപഭോക്തൃ സംരക്ഷണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന MLA കൂടി ആണ്. ഇത്തവണയും അനൂപ് ജേക്കബിന് താല്പര്യം എന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് തന്നെയാണ്, ഉപഭോക്തൃകാര്യം തന്നെയാണ് എന്നതാണ്. ഒരു പക്ഷേ മറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ ഘടകകക്ഷികൾ, നമുക്കറിയാം മുസ്ലിം ലീഗുണ്ട്, RSP ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അവിടെ മറ്റ് ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ കൂടി അനുസരിച്ചായിരിക്കും അനൂപ് ജേക്കബിന് ഏത് വകുപ്പ് എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ 7 MLA-മാർ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ഇത്തവണ 2 മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെടുന്നത്. അതിൽ ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പദവികൾ ലഭിക്കുമോ എന്നതാണ്. കേരള കോൺഗ്രസിന് പൊതുമരാമത്തും കൃഷിയും ജലവിഭവവും താല്പര്യമുണ്ട് എന്നതാണ്. അതിൽ ഏതു വകുപ്പ് ആയിരിക്കും എന്നതിൽ വ്യക്തതയില്ല. ഇത്തരം ഘടകകക്ഷികൾക്ക് നൽകുന്ന വകുപ്പുകൾ കൂടി പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പമാണ് നേരത്തെ സജിത്ത് സൂചിപ്പിച്ച കാര്യം കൂടി ചേർത്ത് പറയേണ്ടത്. ഞാൻ സജിത്തിലേക്ക് തന്നെ വീണ്ടും പോകുന്നു. അതായത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.